പോലീസ്. എവിടെ അവൻ? തന്നെ പോയി. എവിടെടി മോളെ അവൻ? നടക്കടിയോട്. Hands up! സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എല്ലാം കുറുപ്പ് തന്നെ വേണം. മാഷെ ഈ രണ്ടാം കൈ ഞാനല്ലാതെ വേറെ ആര് കട്ട് ചെയ്യും? മകളുടെ മനസ്സമ്മതമാ. ഷർട്ട് നല്ല ചെറുക്കൻ എന്താ ജോലി? എഞ്ചിനീയറാ, ബ്രിട്ടീഷ് കമ്പനിയിൽ. ഓഹോ. ഇറങ്ങി ഓടാങ്ങോട്ട്. ചന്ത നിന്നെ ഈ കോളേജിൽ നിന്ന് കാണാ. നാണം കെട്ട് നിന്റെ തൊലി ഉരിയണം. ഇത് വേണോ? നടക്കടാ, നടക്ക് കേടുകൂടാ മോനെ. വേഗം നടക്കടാ, മാറങ്ങോട്ട്. അടിക്കരുത് പറയാൻ പറഞ്ഞു. SP ലൈനിലുണ്ട് സാർ. ഇല്ലെന്ന് പാടോ. ഉണ്ടെന്ന് പറഞ്ഞു പോയി സാർ. ഹലോ, അവിടെ ആങ്ങളെ വലിയ തലവേദനയാണ് സാർ. അവനെ വരുത്താൻ ഒരു മരുന്ന് പ്രയോഗിച്ചെന്നുള്ളൂ സാർ. സാർ
എടാ നിന്നോട് നിൽക്കാൻ പറഞ്ഞേ എന്തോ അച്ഛോ? കേട്ടവനെ ഞാൻ എന്താണ് കേട്ടത്? അയ്യോ അച്ഛൻ എന്താ കേട്ടെ? ഒലക്ക തന്റെ കുത്തഴിഞ്ഞ പെണ്ണിനെ കൂട്ടി ഞാനൊന്നും പറയണില്ല. അത്രത്തോളം നീ അങ്ങ് മറന്നു പോയടാ പോത്തെ പൊണ്ണത്തടിയാ. നാളെ ഉണ്ടോടാ നിനക്ക്? എന്താ അച്ഛോ? കൈകൂപ്പി നീ എന്നെ കളിയാക്കണല്ലടാ കഴുതേ. അല്ലച്ചോ, ഞാൻ ആത്മാർത്ഥമായിട്ടൊന്ന് പശ്ചാത്തപിക്കുകയായിരുന്നു. റോഡെ കൂടെ നടത്തിക്കൊണ്ടുപോയത് തെറ്റായിപ്പോയി. നടത്തിക്കൊണ്ട് പോയതാ തെറ്റ്. നിനക്കെന്താടാ അവിടെ വെട്ടി കാര്യം? എന്റെ അച്ഛൻ ഞാനൊരു കട്ടൻ കാപ്പ് കുടിക്കാൻ പോയതാ. ഒലക്ക കണ്ട തേവിടിച്ചിട്ട് വീട്ടിലാണോടാ കാപ്പി കുടി? ലൈലാബീഗത്തിന്റെ അറബി കാപ്പി എന്റെ ആശാന് വലിയ ഇഷ്ടമാണ്. ചൂലേ എനിക്ക് ഇഷ്ടായി. അല്ല ഇതിന്റെ സുഗന്ധമോ അതോ എന്നെയോ? രണ്ടും. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. നിന്നെ കയറി പിടിച്ച് അവനെ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? കരയണ്ട. നിന്റെ ചോക്ലേറ്റ് അവക്ക് വേണ്ട. കൊടുക്കടി. ഇറങ്ങണ്ട തണ്ടി പുറത്ത്. പൊന്നമ്മേ, ചൂലേ മേലിൽ എന്നെ നീ പൊന്നു കൂട്ടി വിളിക്കരുത്. അപ്പന്റെ മുഖത്ത് നോക്കിയാണോടാ കൊണ്ട തേ പിടിച്ചാളുടെ ഒക്കെ തോളെ കൈയിട്ട് നടക്കുന്നത്. അവിടെ കൂടെ അന്തി ഇറങ്ങാൻ പോയപ്പോ കെട്ടുപ്രായം തകഞ്ഞിരിക്കുന്ന ഒരു പെങ്ങളുണ്ടെന്ന കാര്യം നീ മറന്നു. പല ഉറപ്പിച്ച കല്യാണം തെറ്റി. നിന്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ ന്യായീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് താങ്ങാനാവില്ല. നീ എനിക്ക് ശാപമാകരുത്. ഓടിയപ്പുറത്ത് അവന്റെ ചോക്ലേറ്റ് ഇറങ്ങി പോടാ. പൊന്നമ്മയുടെ കയ്യിൽ പൊന്നു വാങ്ങാനും പെങ്ങൾക്ക് ചോക്ലേറ്റ് കൊടുക്കാനും മേലിൽ പഠിക്കാത്ത കയറിപ്പോരുത്. അപ്പന്റെ മുഖത്ത് നോക്കി അവളുടെ തോളെ പിടിച്ചാണ് നിങ്ങളുടെ ദുഃഖമെങ്കിൽ അവളെ ഞാനങ്ങ് കെട്ടിയാലോ? ആരാ? ജാൻസിയുടെ ആങ്ങളെ തോമ. ഓഹോ, ആട് തോമ അല്ലേ? ഞാൻ വന്നത് വേണ്ട, വന്ന കാര്യം കേൾക്കണ്ട. ഞങ്ങൾ ആ ബന്ധുത വേണ്ടെന്ന് വെച്ചു. തോമാച്ചാനല്ലേ? ജാൻസർ ആൽബതി കണ്ടു. ആ തട്ടേ കിടക്കുന്ന പൈപ്പ് മനുഷ്യനെ കണ്ടു. മനോഹരം. വാ. മര്യാദകളൊന്നും വേണ്ട. ഞാൻ വന്നത് എന്റെ പെങ്ങൾക്ക് ചെറുക്കനെ ഉണ്ടാക്കാനല്ല. ഗന്ധർവന്റെ സെന്റ് എന്റെ പെങ്ങൾക്ക് വേണ്ട. ഇനി പോകുന്നിടത്ത് കൊടുക്കാം. എന്താ തോമച്ചേ? തോമച്ചേ, നമുക്ക് പറ്റിയ ബന്ധമല്ല പോനത്. ഈ പേപ്പറിന്റെ തലക്കെട്ടത് വായിച്ചു നോക്ക്. തേവിടിച്ചിയുടെ കൈയെ കൂട്ടിക്കെട്ടി തെരുവിലൂടെ നടത്തിക്കൊണ്ടുപോയ ഒരുത്തിന്റെ പെങ്ങളെ നമുക്ക് വേണ്ടടാ. കെട്ടാൻ പോകുന്ന ആങ്ങളല്ലോ, പെങ്ങളല്ലേ അപ്പാ? നീ എന്താ ആക്ഷേപമാണ് പറയുന്നത്? കുടുംബത്തിൽ പിറന്നവർക്ക് പറ്റിയ ബന്ധമാണോ ഇത്? ഞാൻ ഒരു പെണ്ണിനെ കണ്ടിട്ടുള്ളൂ. എനിക്ക് അവളെ ഇഷ്ടമായി. എനിക്ക് അവളെ അറിഞ്ഞാൽ പോരെ. കുടുംബമൊക്കെ അരിച്ചു പെറുക്കി അറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. തോമച്ചായ, ഞാനിത് ജാൻസി കൊടുത്തപ്പോ എന്റെ മനസ്സോടെ അവൾക്ക് കൊടുത്തുപോയി. ഇതവളെ തിരിച്ചേൽപ്പിക്കണം. തോമ വിചാരിച്ചു ഭൂമിയിൽ ഉശിരുള്ള ആൺ ചെറുക്കൻ ഞാൻ മാത്രമാണെന്ന്. അല്ല,